ഡിയർ സ്റ്റുഡൻസ്, വൊക്കേഷണൽ പ്രാക്ടിക്കലിൽ നിന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഷോട്ട് പുട്ട് എന്ന ഇവൻറ്റിനെ കുറിച്ചാണ്. ഷോട്ട് പുട്ട് എന്ന ഇവൻറ്റ് അത്ലറ്റിക്സിൽ, അതായത് ട്രാക്ക് ആൻഡ് ഫീൽഡിൽ ഒരു ഫീൽഡ് ഇവൻ്റാണ്. ഷോട്ട് പുട്ട് കോമ്പറ്റീഷൻ were recorded in early 19th century Scotland and were a part of the British Amateur Championship beginning in 1866. അതായത് 19ാം നൂറ്റാണ്ട് തുടക്കത്തിൽ തന്നെ സ്കോട്ട്ലൻഡിൽ 1866 ആരംഭിച്ച ബ്രിട്ടീഷ് അമേച്ചർ ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഷോട്ട് പുട്ട് കോമ്പറ്റീഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഷോട്ട് പുട്ട് സ്പോർട്സ് ഇൻ അത്ലറ്റിക്സ്, ദാറ്റ് മീൻസ് ട്രാക്ക് ആൻഡ് ഫീൽഡ്. എ സ്പെറിക്കൽ വെയ്റ്റ് ഈസ് ത്രോൺ ഓർ പുട്ട് ഫ്രം ദ ഷോൾഡർ ഓർ ഡിസ്റ്റൻസ്. ദ ഷോട്ട്, എ മെറ്റൽ ബോൾ, ഈസ് put not thrown with one hand. The aim is to put it as far as possible from a 7-foot diameter circle that has covered 10 cm high toe board at the front. The shot put is a track and field event, already told you, event involving putting a heavy spherical ball the shot as far as possible. The shot put competition for men has been the part of the modern Olympics since their revival in 1896, and women's competition began in 1948. അതെ, ഷോട്ട് പുട്ട് എന്നത് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവൻ്റാണ്. ഒരു സ്പെറിക്കൽ അല്ലെങ്കിൽ ഗോളാകൃതിയിലുള്ള ബോൾ കഴിവിൻ്റെ പരമാവധി ഷോട്ട് ചെയ്യുക. 1896 ആധുനിക ഒളിമ്പിക്സ് മുതൽ തന്നെ പുരുഷന്മാർക്കുമായിട്ടുള്ള ഷോട്ട് പുട്ട് കോമ്പറ്റീഷൻ ഉൾപ്പെടുത്തിയിരുന്നു അല്ലെങ്കിൽ ആരംഭിച്ചിരുന്നു. എന്നാൽ സ്ത്രീകൾക്കുള്ള മത്സരങ്ങൾ ആരംഭിക്കുന്നത് 1948 മുതലാണ്. ഷോട്ട് പുട്ട് ഈസ് ആൻ അത്ലറ്റിക് സ്പോർട്സ് വേർ പീപ്പിൾ ട്രൈ ടു പുട്ട് എ ഹെവി വെയ്റ്റഡ് ബോൾ ആസ് ഫാർ ആസ് ദേ ക്യാൻ. ദേ ആർ നോട്ട് അലൗഡ് ടു ത്രോ ഇഫ് ബട്ട് ഇൻസ്റ്റെഡ് ദേ പുഷ് ദ ബോൾ ഔട്ട് ഇൻ ടു ദ എയർ. The pushing it through the air. The weight of the ball can vary from 6 to 16 pounds. That means 2.76 kg to 7.26 kg. This depending on level, age and gender to the participants. മത്സരത്തിൽ നിയമാനുസൃതമായി ഷോട്ട് പരമാവധി പുട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ എറിയുവാൻ അനുവദനീയമല്ല. ഷോട്ട് വായിലൂടെ എറിയുവാൻ അനുവദനീയമല്ല. അത് പുഷ് ചെയ്യാനോ പുട്ട് ചെയ്യാനുള്ള അനുവദനീയമാണ് നിയമപരമായിട്ട്. ഷോട്ടിൻ്റെ ഭാരവും കണക്കാക്കുന്നത് പാർട്ടിസിപ്പൻസിൻ്റെ ഏജും ജെൻഡറും ലിംഗവും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് ഇതൊരു ഏജ് കാറ്റഗറി കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഏജ് അടിസ്ഥാനത്തിലും അതേകൂട്ടി ലിംഗ അല്ലെങ്കിൽ ജെൻഡർ അടിസ്ഥാനത്തിലും ഷോട്ടിൻ്റെ വെയ്റ്റ് കോമ്പറ്റീഷനിൽ ഉപയോഗിക്കുന്നതിന് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഷോട്ട് ചെയ്യുന്ന വിധം. അതായത് ഒരു ബിഗിനേഴ്സിന് ഷോട്ട് പുട്ട് മത്സരത്തിൽ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഷോട്ട് എങ്ങനെ എറിയുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ്, ഫേസ് ദ സൈഡ് ഓഫ് ദ റിംഗ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഫസ്റ്റിലേ പറഞ്ഞു, ഷോട്ട് പുട്ട് സെക്ടർ അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് സർക്കിൾ, ഇത്ര ഡയമീറ്റർ സർക്കിളിനകത്ത് നിന്നാണ് ഈ ഷോട്ട് ചെയ്യണത്. ഫസ്റ്റ്, ഫേസ് ദ സൈഡ് ഓഫ് ദ റിംഗ്. നിങ്ങൾ ഇമേജ് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പാർട്ടിസിപ്പൻസ് ആ ഇമേജിനകത്ത് ആ പാർട്ടിസിപ്പൻ്റ് ഒരു റിങ്ങിന് അകത്താണ് നിൽക്കുന്നത്. ഈ റിങ്ങിനകത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ സെക്ടർ, ഷോട്ട് പുട്ട് സെക്ടർ എന്നാണ് പറയുന്നത്, അതിനകത്ത് നിന്നുകൊണ്ട് വേണം ഷോട്ട് റിലീസ് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫേസ് ദ സൈഡ് ഓഫ് ദ റിംഗ്. റാദർ ദാൻ ഡയറക്റ്റ്ലി ഫേസിങ് യുവർ ടാർഗറ്റ്, യു ഷുഡ് മേക്ക് എ ക്വാർട്ടർ ടേൺ സോ ദാറ്റ് യു ഫേസ് ദ സൈഡ് ഓഫ് ദ റിംഗ്. Beginning at the 90-degree angle from the target, allow you to twist your hips in order to gain momentum when throwing the shot. അതായത് വളയത്തിൻ്റെ വശത്ത് അഭിമുഖീകരിക്കുക. നിങ്ങളുടെ ടാർഗറ്റിനെ നേരിട്ട് അഭിമുഖീകരിക്കാതിരിക്കുക. പകരം നിങ്ങളൊരു ക്വാർട്ടർ ടേൺ നടത്തണം. അങ്ങനെ നിങ്ങൾ റിങ്ങിൻ്റെ വശത്ത് അഭിമുഖീകരിക്കും.
ടാർഗറ്റിൽ നിന്ന് 90 ഡിഗ്രി കോണിൽ ആരംഭിക്കുന്നത് ഷോട്ട് എറിയുമ്പോൾ മൊമെൻറ്റം നേടുന്നത് നിങ്ങളുടെ ഇടുപ്പ് വളച്ചൊടിക്കാനും ഈസിയാക്കുക അല്ലെങ്കിൽ അനുവദിക്കുകയോ ചെയ്യും. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ്, സ്റ്റെപ്പ് ബാക്ക് വിത്ത് യുവർ ലെസ് ഡൊമിനൻറ്റ് ഫുട്ട്. If you are right-handed, you will step back with your left foot. This gives you to stability and added momentum for throwing the shot. The second stage and second step എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബാക്ക് വിത്ത് യുവർ ലെസ് ഡൊമിനൻറ്റ് ഫുട്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഏത് കൈ കൊണ്ടാണോ ഷോട്ട് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ സപ്പോസ് നമ്മളിപ്പോൾ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് ഷോട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ലെഗാണ് സ്റ്റെപ്പ് ബാക്കായിട്ട് വെക്കേണ്ടത്. അതായത് നിങ്ങളുടെ പ്രബലമായ കാൽ പിന്നോട്ട് വയ്ക്കുക, വലതു കൈയാണ് വശമെങ്കിൽ ഇടത് കാൽ പിന്നിലേക്ക് നീക്കുക. ഇത് നിങ്ങൾക്ക് ഷോട്ട് എറിയുന്നതിനുള്ള സ്ഥിരതയും മൊമെൻറ്റവും നൽകും. നെക്സ്റ്റ്, ലോവർ യുവർ ബോഡി ബൈ ബെൻഡിങ് യുവർ ഹിപ്സ് ആൻഡ് നീസ്. ദ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലോവർ യുവർ ബോഡി ബൈ ബെൻഡിങ് യുവർ ഹിപ്സ് ആൻഡ് നീസ്. This will also help you to gain momentum as you throw. Twist towards the back of the ring and keep your non-throwing arm low. അതായത് നിങ്ങളുടെ അരക്കെട്ടും വളച്ച് this will also help you to gain the momentum as you throw. Twist towards the back to the ring and keep your non-throwing arm low. ശരീരം താഴ്ത്തുക. നിങ്ങൾ എറിയുമ്പോൾ മൊമെൻറ്റം നേടാനായി ഇത് സഹായിക്കും. വളയത്തിൻ്റെ പിന്നിലേക്ക് വളച്ചൊടിച്ച് എറിയാതെ ഭുജം താഴ്ത്തി വയ്ക്കുക. നെക്സ്റ്റ് സ്റ്റേജ്, പ്ലേസ് ദ ഷോട്ട് അറ്റ് ദ ബേസ് ഓഫ് യുവർ ഫിംഗേഴ്സ് ഇൻ യുവർ ഡൊമിനൻറ്റ് ഹാൻഡ്. You do not want to hold the shot in your palm, but rather than the base of your fingers. With your fingers slightly spread apart, this allows you to flick the ball of your hand. Bend your hand back in a cocked position. Imagine that you are balancing a tray or pizza box. Your hand should be steady but not overextended, as this may cause on injury. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്ലേസ് ദ ഷോട്ട് അറ്റ് ദ ബേസ് ഓഫ് യുവർ ഫിംഗേഴ്സ് ഇൻ യുവർ ഡൊമിനൻറ്റ് ഹാൻഡ്. അതായത് നിങ്ങൾ ഏത് കൈ കൊണ്ടാണോ ഷോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കയ്യിൽ ഷോട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. അതെങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? അതെങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ വിരലുകളുടെ അടിയിൽ ഷോട്ട് സ്ഥാപിക്കുക. കൈ പാദത്തിലല്ല, വിരലുകളുടെ അടിയിലാണ് ഷോട്ട് സ്ഥാപിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പന്ത് തെന്നി നീങ്ങാതെ വിരലുകൾക്കാണ് ഷോട്ട് പ്ലേസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കൈകൾ ഒരു കോക്കഡ് പൊസിഷനിലേക്ക് മടക്കുക. നിങ്ങളെ ഇമേജ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരു ട്രേ അല്ലെങ്കിൽ ഒരു പിസ്സ ബോക്സ് ക്യാരി ചെയ്യുന്നതിന് സറ്റ് സങ്കല്പിക്കുക. നിങ്ങളുടെ കൈ സ്ഥിരമായിരിക്കണം, പക്ഷേ നീട്ടിയിരിക്കരുത്. ഇത് ഒരു പരിക്കിന് കാണാൻ കഴിയും. നമ്മളൊരു ട്രേ അല്ലെങ്കിൽ ഒരു പിസ്സ ബോക്സ് ക്യാരി ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അതേകൂട്ട് ഫിംഗേഴ്സിലാണ് ഈ ഫിംഗേഴ്സ്, സ്പ്രെഡ് ദ ഫിംഗേഴ്സ് ആൻഡ് പ്ലേസ് ദ ഷോട്ട്. ഏത് കൈയാണോ എറിയാൻ ആ കൈയുടെ ഫിംഗേഴ്സിൽ പ്ലേസ് ചെയ്യുക, നോട്ട് ദ പാം. നെക്സ്റ്റ്, hold the shot at your neck right by the jaw line. അതായത് ഷോട്ട് താടിയലിന് സമീപം ആണ് വെക്കേണ്ടത്. അതായത് മേക്ക് ഷുവർ ദാറ്റ് യുവർ എൽബോ ഈസ് ബെൻഡ് ആൻഡ് പാരലൽ ടു ദ ഫ്ലോർ. യുവർ തം ഷുഡ് പോയിന്റ് ഡൗൺവേർഡ്. യുവർ തം ഷുഡ് പോയിന്റ് ഡൗൺ ടുവേർഡ്സ് യുവർ കോളർ ബോൺ ആൻഡ് you should point your palm in the direction that you are throwing. Keep your eyes and head back rather than focus on the shot. Next stage hold the shot at your neck right by the jaw line.
ഷോട്ട് നിങ്ങളുടെ കഴുത്ത് നിന്ന് once more, hold the shot at your neck right by jawline. Make sure that your elbow is bent and parallel to the floor. Your thumb should point down toward your collarbone, and you should point your palm in the direction that you are throwing. Keep your eyes and head back rather than focus on the shot. താടിയലിന് സമീപം ഷോട്ട് നിങ്ങളുടെ കഴുത്തിൻ്റെ അടുത്ത് വെച്ച് പിടിക്കുക. നിങ്ങളുടെ കൈമുട്ട് വളച്ച് തറയ്ക്ക് സമാന്തരമാണെന്ന് ഉറപ്പാക്കുക. ഫ്ലോറിന് സമാന്തരമാണെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ തള്ളവിരൽ നിങ്ങളുടെ കോളർ ബോണിലേക്ക് ചൂണ്ടണം. നിങ്ങൾ എറിയുന്ന ദിശയിലേക്ക് നിങ്ങളുടെ കൈപ്പത്തി ചൂണ്ടണം. ഷോട്ടിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ കണ്ണും തലയും പിന്നോട്ട് വയ്ക്കുക. നെക്സ്റ്റ്, എക്സ്പ്ലോഡ് അപ് ടു ദ സ്റ്റാൻഡിംഗ് പൊസിഷൻ. You should twist your body into the same side as your throwing hand as you rise, so that you are facing the target when you release the shot. നിങ്ങളുടെ സ്ഥാനത്തേക്ക് ശ്രദ്ധിച്ച് നിൽക്കുക. കൈ ഉയർത്തുന്ന അതേ വശത്തേക്ക് ശരീരം വളച്ചൊടിക്കണം. അതിനാൽ നിങ്ങൾ ഷോട്ട് റിലീസ് ചെയ്യുമ്പോൾ ലക്ഷ്യത്തെ അഭിമുഖീകരിക്കും. നെക്സ്റ്റ് സ്റ്റേജ്, use your entire body weight to throw the shot. Extend your arms to its full length while pivoting your hips to face forward. ഷോട്ട് എറിയാൻ നിങ്ങളുടെ ശരീരഭാരം മുഴുവൻ ഉപയോഗിക്കണം. നിങ്ങളുടെ ഇടുപ്പ് മുന്നോട്ട് നയിക്കുന്നതിനിടയിൽ നിങ്ങളുടെ ഭുജത്തെ മുഴുവൻ നീളത്തിലേക്ക് നീട്ടുക. ലാസ്റ്റ്, push the shot away from your neck in one fluid motion. ഈ റിലീസ് ഓഫ് ദ ഷോട്ട് ആണ്. ട്രൈ ടു റിലീസ് ദ ഷോട്ട് അറ്റ് 45 degree ആംഗിൾ. മേക്ക് ഷുവർ ദാറ്റ് യു വെയിറ്റ് ടു റിലീസ് ദ ഷോട്ട് പുട്ട് അണ്ടിൽ യുവർ ആംസ് ഈസ് ഫുള്ളി എക്സ്റ്റെൻഡഡ്. യു മേ ഫ്ലിക്ക് യുവർ റിസ്റ്റ് ടു ആഡ് മോർ മൊമെൻറ്റം, ബട്ട് ബി കെയർഫുൾ നോട്ട് ടു ഓവർഡു. അതായത് നിങ്ങളുടെ കഴുത്തിൽ നിന്ന് ഹ്രസ്വമായി അകറ്റുക. 45 degree ആംഗിളിൽ ഷോട്ട് എറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഭുജം പൂർണ്ണമായി നീട്ടി ഷോട്ട് എറിയാൻ നീക്കണം. മൊമെൻറ്റം കഴുത്തിൽ നിന്ന് മിന്നി മറിഞ്ഞേക്കാം, പക്ഷേ അത് അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്തത് നമുക്ക് ഇതിപ്പോൾ പഠിച്ചത് നമ്മൾ ഷോട്ട് എങ്ങനെ ചെയ്യുന്ന വിധമാണ്. ഇനി നെക്സ്റ്റ് വി ക്യാൻ ലേൺ ടെക്നിക്സ് ഓഫ് ഷോട്ട് പുട്ട്. ഷോട്ട് പുട്ടിൻ്റെ ടെക്നിക്സ് ഓഫ് ഷോട്ട് പുട്ട്. ഏതൊക്കെ ടെക്നിക്കിലാണ് ഷോട്ട് പുട്ടിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ടെക്നിക്കിലാണ് ഷോട്ട് പുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ഫോർ ദ അപ്രോച്ച്, you can choose between two basic methods for throwing the shot put. That's are spin and glide. The more complex method is the spin or rotational technique. Spinning as you move forward to generate momentum for the throw. The gliding technique is more commonly used. ടെക്നിക്ക് ഓഫ് ഷോട്ട് അത് മെയിനായിട്ട് ഷോട്ട് അല്ലെങ്കിൽ ത്രോ ചെയ്യാൻ ഉപയോഗിക്കുന്നത് രണ്ട് ടെക്നിക്കിലാണ്. ഒന്ന് സ്പിന്നിങ് ഓർ റൊട്ടേഷണൽ ടെക്നിക്, സെക്കൻഡ് ഗ്ലൈഡിങ് ടെക്നിക്. സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഗ്ലൈഡിങ് ടെക്നിക്കാണ്. നമുക്ക് ഗ്ലൈഡിങ് ടെക്നിക്കിനെ കുറിച്ച് ഗ്ലൈഡ് ടെക്നിക്ക് എങ്ങനെയാണ് ഉപയോഗിച്ച് ത്രോ ചെയ്യാൻ ഷോട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. Glide. The origin of this technique, glide, dates to 1951 when Perry O'Brien from the United States invented the technique that involved the putter facing backward, rotating 180 degrees across the circle
ആൻഡ് ദെൻ ടോസിങ് ദ ഷോട്ട്. നമ്മൾ രണ്ട് വിധ ടെക്നിക്കുകളാണ് ഷോട്ട് പുട്ടിൽ ത്രോ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് സ്പിൻ ടെക്നിക്ക് അല്ലെങ്കിൽ റൊട്ടേഷൻ ടെക്നിക്ക്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഗ്ലൈഡിങ് ടെക്നിക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഗ്ലൈഡിങ് ടെക്നിക്ക് ഇൻ ദ ഷോട്ട് പുട്ടാണ്. ദ ഒറിജിൻ ഓഫ് ദ ടെക്നിക് ഗ്ലൈഡ് ഡേറ്റ്സ് ടു 1951. 1951 ഈ ടെക്നിക്കിൻ്റെ ഉത്ഭവം ഒറിജിൻ ചെയ്തത്. ഇതെന്ന് വെച്ചാൽ പാരി ഒബ്രിയൻ എന്ന വ്യക്തിയാണ് ഈ ടെക്നിക്ക് കണ്ടുപിടിച്ചത്. അമേരിക്കക്കാരനായ പാരി ഒബ്രിയൻ. ഈ ഇൻവെൻറ്റഡ് ദ ടെക്നിക്, ഈ കണ്ടുപിടിച്ചത് ഇൻവോൾവ് ദ പുട്ടർ ഫേസിങ് ദ ബാക്ക്വേർഡ്, റൊട്ടേറ്റിംഗ് ദ 180 ഡിഗ്രി അക്രോസ് ദ സർക്കിൾ ആൻഡ് ദെൻ ടോസിങ് ദ ഷോട്ട്. ഇനി ഈ ടെക്നിക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് പഠിക്കാം. ഫസ്റ്റ്, ഗ്രിപ്പ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ ഷോട്ട് പുട്ട് gliding technique is to pick up the shot. Place the shot on the base of your fingers, not in the palm, and spread your fingers slightly. First step എന്ന് പറഞ്ഞാൽ ഗ്ലൈഡിങ് ടെക്നിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് പിക്ക് അപ്പ് ദ ഷോട്ട് എടുക്കുന്ന വിധമാണ്. പ്ലേസ് ദ ഷോട്ട് ഇൻ ദ ബേസ് ഓഫ് യുവർ ഫിംഗേഴ്സ്. അത് കയ്യിൽ വിരലുകളാണ് ഷോട്ട് പ്ലേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വെക്കേണ്ടത്, കൈപാദത്തിലല്ല. ഫിംഗേഴ്സ് സ്പ്രെഡ് സ്ലൈറ്റ്ലി, ഫിംഗേഴ്സ് സ്പ്രെഡ് ചെയ്തിരിക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് ദ ഷോട്ട്. പുഷ് ദ ഷോട്ട് ഫേംലി അഗൈൻസ്റ്റ് യുവർ നെക്ക് അണ്ടർ ദ ചിൻ. യുവർ തം ഷുഡ് ബി ബിലോ ദ ഷോട്ട് വിത്ത് യുവർ ത്രോയിങ് എൽബോ പോയിൻറ്റഡ് ഔട്ട്വേർഡ് away from your body. Your throwing arm should be at about 45 degree angle to the ground. ഷോട്ട് പിടിക്കുന്നത്, ഹോൾഡിംഗ് ദ ഷോട്ട് നിങ്ങളുടെ കഴുത്തിന് നേരെ താടിയെല്ലിനോട് ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ തള്ളവിരൽ തമ്പ് ശരീരത്തിൽ നിന്ന് അകലെ ആയിരിക്കണം. എറിയുന്ന കൈമുട്ട് പുറത്തേക്ക് ചൂണ്ടണം. കൈമുട്ട് എക്സ്റ്റൻഡ് എൽബോ പോയിൻറ്റഡ് ഔട്ട്വേർഡ് ചൂണ്ടണം. എറിയുമ്പോൾ അത് 45 ഡിഗ്രി ആംഗിളിലായിരിക്കണം. ഇങ്ങനെയാണ് ഷോട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കേണ്ടത്. നിങ്ങൾ ആ ഇമേജിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ്, സ്റ്റാൻസ്. സ്റ്റാൻഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ സർക്കിൾ ഫേസിംഗ് അവേ ഫ്രം ദ ടാർഗറ്റ്. എ റൈറ്റ് ഹാൻഡ് ത്രോവർ ഷുഡ് പ്ലേസ് ദ റൈറ്റ് ഫുട്ട് നിയർ ബാക്ക് ദ എഡ്ജ് ഓഫ് ദ സർക്കിൾ with the left leg extended forward. സ്റ്റാൻഡ്. ടാർഗറ്റിൽ നിന്ന് അഭിമുഖമായി വൃത്തത്തിൻ്റെ പിൻഭാഗത്ത് നിൽക്കണം. ഒരു വലത് കൈ കൊണ്ട് ആണ് എറിയുന്നതെങ്കിൽ വലതുകാൽ വൃത്തത്തിൻ്റെ പിൻ അരികിൽ വെക്കണം, ഇടതുകാൽ മുന്നോട്ട് നീട്ടണം. സ്റ്റാൻസ്. നെക്സ്റ്റ്, സീറ്റഡ് പൊസിഷൻ. Keeping most of your weight on the right foot, bend your knees as if you were moving back into seated position while drawing your left leg back, so the toes of your left foot line up with the heel of your right. സീറ്റഡ് പൊസിഷൻ. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സീറ്റഡ് പൊസിഷൻ. ഗ്ലൈഡിങ് ടെക്നിക്കിനകത്ത് അടുത്ത സ്റ്റേജ് സീറ്റഡ് പൊസിഷൻ. അതെങ്ങനെയാ വെച്ചാൽ നിങ്ങളുടെ ഭാരം, ബോഡി വെയ്റ്റ് വലത് കാൽ താണ്ടി ഇടത് കാൽ പിന്നിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് തിരിച്ചു പോകുന്നത് പോലെ കാൽമുട്ടുകൾ വളയ്ക്കുക. അങ്ങനെ നിങ്ങളുടെ ഇടത് കാലിൻ്റെ കാൽവിരലുകൾ നിങ്ങളുടെ വലതു ഭാഗത്തെ കുതികാൽ കൊണ്ട് അണിനിരക്കും. ദ നെക്സ്റ്റ് സ്റ്റേജ് ഗ്ലൈഡ് ടെക്നിക്കിനകത്ത്. ഗ്ലൈഡിങ് ടെക്നിക്കകത്തെ നെക്സ്റ്റ് സ്റ്റേജാണ് ഗ്ലൈഡാണ്. എക്സ്റ്റെൻഡ് യുവർ ലെഫ്റ്റ് ലെഗ് ടുവേർഡ് ദ ടാർഗറ്റ് ഏരിയ ആൻഡ് പുഷ് ഓഫ് വിത്ത് യുവർ റൈറ്റ് ഫുട്ട്, ഗ്ലൈഡിങ് to the front of the circle while keeping your center of mass low. Your feet should land simultaneously with your left foot in the front of the circle just behind the toe board and slightly left of center, and your right foot in the middle of the circle. Your weight should be on your right leg and your right knee should be bent approximately 75 degrees. അതായത് നെക്സ്റ്റ് ചെയ്ത ഗ്ലൈഡിങ്. ഈ ടെക്നിക്കത്തെ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഗ്ലൈഡിങ് ടെക്നിക്കാണ്. അത് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്ലൈഡാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഇടത് കാല് ടാർഗറ്റിലേക്ക് നീട്ടി വലത് കാൽ മുന്നോട്ട് നീക്കുക. വൃത്തത്തിൻ്റെ സർക്കിളിൻ്റെ മുൻവശത്ത് ഗ്ലൈഡ് ചെയ്യുക. നിങ്ങളുടെ പാദങ്ങൾ ഒരേ സമയം ഇറങ്ങണം. ഇടത് കാൽ വൃത്തത്തിന് മുന്നിലും ടോ ബോർഡിന് തൊട്ട് പിന്നിലും മധ്യഭാഗത്ത് അല്പം ഇടത്തും വലത് കാൽ വൃത്തത്തിന് നടുവിലും നിങ്ങളുടെ ഭാരം വലതു കാലിലും വലത് കാൽമുട്ട് 75 ഡിഗ്രി ആംഗിൾ വളഞ്ഞുമായിരിക്കണം ഗ്ലൈഡിങ് പൊസിഷനകത്ത്. നെക്സ്റ്റ് power position. You should now be in the power position with your feet shoulder width apart, the left arm extended from the body and your knees bent. പവർ പൊസിഷൻ എങ്ങനെ നോക്കാം. ഇപ്പോൾ നിങ്ങളൊരു പവർ പൊസിഷൻ ആയിരിക്കും. കാലുകൾ തോളിൻ്റെ വീതിയിലും ഷോൾഡർ വിത്ത് അപ്പാർട്ട്, ഇടത് കൈ ശരീരത്തിൽ നിന്ന് നീട്ടി കാൽമുട്ടുകൾ വളയുന്നു. നെക്സ്റ്റ് പിവറ്റ്. Keep your right elbow up as you shift your weight to the left. Straighten your left leg as you rotate your hip so they are square to the target. Pivot position. നിങ്ങളുടെ ഭാരം ഇടത്തേക്ക് മാറ്റുമ്പോൾ വലത് കൈമുട്ട് മുകളിലേക്ക് വെക്കുക. ഇടുപ്പ് തിരിക്കുമ്പോൾ ഇടത് കാൽ നേരെയാക്കുക. അങ്ങനെ അവ ലക്ഷ്യത്തിലേക്ക് എത്തും. The next stage, throw the shot, release of the shot. Keeping your left side firm, punch your arm upward and complete the throw with a flip of your wrist and a strong follow throw. Release of the shot എങ്ങനെയാ വെച്ചാൽ ഷോട്ട് എറിയുന്നത് ഇടത് വശത്തേക്ക് ഉറച്ചു നിൽക്കുക. കൈ മുകളിലേക്ക് കുത്തുക. കൈത്തണ്ടയുടെ ഫ്ലിപ്പും ത്രോയും ഉപയോഗിച്ച് എറിയുക. ദ ലാസ്റ്റ് ഇതാണ് റിലീസ് ഓഫ് ദ ഷോട്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ടത് യുവർ ത്രോ പവർ ബിഗിൻ, നമ്മൾ എറിയുന്ന ആളുടെ ത്രോവേഴ്സ് പവർ ആരംഭിക്കുന്നത് യുവർ ലെഗ് ആൻഡ് ഫ്ലോസ് അപ്വേർഡ് ത്രൂ യുവർ ഹിപ്പ് ബാക്ക് ആൻഡ് ഹാം. ഇത്രയും ഭാഗത്തു നിന്നാണ് നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഫോഴ്സ് ലഭിക്കുന്നത് ത്രോ ചെയ്യാൻ. യുവർ ത്രോ പവർ ബിഗിൻ, അതിൻ്റെ പവർ ആരംഭിക്കുന്നത് ഫ്രം യുവർ ലെഗിൽ നിന്ന് ആരംഭിച്ച് അത് ഫോളോ അപ്വേർഡ് യുവർ ഹിപ്പ് ബാക്ക് ആൻഡ് ഹാം. ഇത് നമ്മൾ ഓർക്കണം. പുഷ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുമ്പോൾ പവർ ആരംഭിക്കുന്നത് ശരീരത്തിൻ്റെ ഇത്രയും ഭാഗങ്ങളിൽ നിന്നാണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഈ ഗ്ലൈഡിങ് ടെക്നിക്ക് എങ്ങനെയാണ് ആ ടെക്നിക്ക് ഉപയോഗിച്ച് ത്രോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന വീഡിയോ നോക്കി മനസ്സിലാക്കുന്നതാണ്. ഇനി നമുക്ക് ഒരു ഷോർട്ട് പുട്ട് സെക്ടർ വരയ്ക്കുന്ന വിധം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ താഴെ കാണുന്ന ഈ വീഡിയോ ശ്രദ്ധിക്കുക.
ഷോർട്ട് പുട്ട് ചെയ്യുന്ന വിധം അതിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ തിരുത്തി കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ഇതിലൂടെ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഡെമോൺസ്ട്രേഷനോട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.